ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാരായണി വ്ളോഗ്സ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇലയടയാണ്. അപ്പോൾ നമുക്ക് ഇലയട ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതിനെന്തൊക്കെയാണ് ആവശ്യമായ സാധനങ്ങളെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. ശർക്കര നമുക്ക് പാനിയാക്കാനായിട്ട് അടുപ്പയിലേക്ക് വെക്കാം. അപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കാരണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വയ്ക്കുന്ന സമയം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പം നന്നായി പാനിയായി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഇറക്കി വെക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഏലക്കയും ജീരകവുമാണ്. അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ട് അത് പൊടിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ശർക്കര പാനിയിലേക്ക് ഇതിട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയോളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇലയട ഉണ്ടാക്കുന്ന സമയത്ത് അത് മുറുകിയിരിക്കില്ല, അതായത് ശർക്കര ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളത് ഒന്നും കൂടി ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു ചരുവത്തിൽ വെള്ളം എടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക്. പൊടി നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആക്കണം, നല്ലപോലെ കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വാഴയിലേക്കത് പരത്തി കൊടുക്കാം. നന്നായി പരത്തി കൊടുക്കുക. അത് കട്ടി ഉള്ളതായിട്ട് പരത്തരുത്, വെറും സോഫ്റ്റായിട്ട് തന്നെ പരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു മിശ്രിതം തേച്ച് കൊടുക്കുക. അങ്ങനെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ നമുക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇഡ്ഡലി പാത്രത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തട്ടെടുത്ത് വെക്കാം. അതിനുശേഷം ഒരു 20-25 മിനിറ്റോളം അടച്ചു വെക്കുക. ആവി വരുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം, വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ആവി പറക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇലയുടെ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.